ഹലോ, ഇന്ന് ലഞ്ചിന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബിരിയാണിയൊക്കെ വല്ലപ്പോഴാട്ടോ ഉണ്ടാക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇറച്ചിയോടും മീനിനോടൊന്നും അങ്ങനെ കമ്പം കുറവാണ്. വല്ലപ്പോഴും 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കുള്ളൂ. കുട്ടികൾക്ക് ഇഷ്ടമാണ് ബിരിയാണി കഴിക്കാൻ. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ അവർ പറയും കടയിൽ നിന്ന് വേണ്ട, അമ്മ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്നാൽ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബാബേട്ടൻ രാവിലെ നേരത്തെ ചിക്കൻ വാങ്ങിക്കൊടുന്ന് വന്നിട്ട് ഒരു ഓട്ടം പോയി. അപ്പം ഞാൻ രാവിലത്തെ പണികളൊക്കെ ഒരുങ്ങി ഒരു 11:30 ആവണ സമയത്താണ് അടുക്കളയിൽ വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബിരിയാണി പറഞ്ഞത് ഒരു കിറ്റാണ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് സ്റ്റാർ റൈസ് എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൈസ് മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയിലേക്കൊക്കെ ആയില്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലത്തെ മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് അതിൽ ഡാൽഡ പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ചെടുത്തു. അതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് കുറച്ച് മല്ലിത്തലയും കറിവേപ്പിലയും പുതിനയുടെ ഇലയൊക്കെ ഇട്ടിട്ടാണ് ഒന്നങ്ങോട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഞാൻ കഴിക്കില്ല കേട്ടോ. ഞാൻ ബിരിയാണി കഴിക്കും, നോണൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു കോളിഫ്ലവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ അത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ കോളിഫ്ലവറിനോടൊന്നും താല്പര്യമൊന്നുമില്ല. എന്നാലും കൊണ്ടുവന്നപ്പോൾ എന്നാൽ പിന്നെ അതും ഉണ്ടാക്കണം. അപ്പോൾ എന്നാൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അഞ്ചുവിനും ഒരേ കാലും പിന്നെ 2 പീസ് ബാബുവേട്ടന് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തു. അപ്പോൾ ചിക്കൻ മസാലയൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ ഈ പട്ട ഗ്രാമ്പൂ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊടിച്ചിട്ടൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതാ 2 മുട്ടയും കൂടി വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ബാബുവേട്ടൻ കഴിക്കാനില്ല, 5 അച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് മാത്രം മതിയല്ലോ. മുട്ട ബാബുവേട്ടൻ പറയും വേണ്ട, അപ്പോൾ ചൂടല്ലേ, അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാ 5 വന്നിട്ട് എനിക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യണ ജോലി അവളുടെയാണ്. ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഒന്ന് നന്നാക്കി തോലൊക്കെ കളഞ്ഞ് അത് ചതച്ച് തരിക, തക്കാളി അങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി അവളാണ്. അതുപോലെ രാവിലെ നേരത്തെ തന്നെ അവൾ സാലഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൾക്ക് സാലഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരൊറ്റ ഡവർ സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാ അത്രയൊക്കെ വെച്ചപ്പോൾ അത്രയൊക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണെന്നറിയോ, ഇന്നിപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് രാത്രി പറയും ഇത്തിരി തൈരും കൊണ്ടാട്ടൊക്കെ തന്നെയാണ് കേട്ടോ അമ്മേ സ്വാദ്, ചിക്കനൊക്കെ എന്തിനാ വെറുതെ, അത് നന്നല്ല പറയും. ഇനി വേണ്ട കേട്ടോ, ഇനി അടുത്ത കാലത്ത് ഒന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് ഒരാഴ്ച ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ പറയാൻ തുടങ്ങും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യുക അത് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എപ്പോഴും ഇതേ ഡയലോഗാണ്. കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പറയും ഇനി വേണ്ട കേട്ടോ, ഇനി അടുത്തൊന്നും വേണ്ട പറയും. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പറയും നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാ കോളിഫ്ലവറൊക്കെ ഞാനൊന്ന് മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മസാലയൊന്നും അതിലിട്ടിട്ടില്ല. അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ എന്നെ ഇട്ടിട്ടുള്ളൂ, ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവിടെ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ കറി ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കണല്ലോ, ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദമ്മൊന്നും ചെയ്യണില്ല കേട്ടോ ബിരിയാണി, എന്താ വെച്ചാൽ എനിക്കും കഴിക്കണമല്ലോ. അപ്പോൾ എനിക്ക് കഴിക്കണ കാരണം കൊണ്ട് ചിക്കൻ വേറെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കഴിക്കാത്തത് വെച്ചാൽ ഞാൻ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത കാലം വരെ ഞാനൊരു 2 വർഷം മുമ്പ് വരെ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്താണ് ഞാൻ കഴിക്കാതെയത്. അതെന്താ ഇഷ്ടമല്ലാതെ അല്ല കഴിക്കാതെയത്, അത് വേറൊരു കാരണം കൊണ്ട് അങ്ങനെ ഞാൻ മുട്ട മീൻ ചിക്കൻ ഒന്നും കഴിക്കില്ല, ഇനി മരിക്കുവോളം കഴിക്കില്ല. അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളെല്ലാം അങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി പിന്നെ അതിൽ കുറച്ച് പെരിഞ്ജീരകമൊക്കെ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചിക്കൻ്റെ ആ ഒരു ബിരിയാണിയുടെ ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ട അതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ ഗ്രാമ്പൂ അതൊരു ചെറിയ സംഭവം അതൊക്കെ ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാബുവേട്ടൻ ഒരു ഓട്ടം പോയത് മലപ്പുറം ഭാഗത്തേക്കാണ് തോന്നുന്നുണ്ട് ഓട്ടം പോയത്. നോക്കുമ്പോൾ അവിടെ മലപ്പുറം ബിരിയാണി ആയിരുന്നു അത്ര, അടിപൊളി ദം ബിരിയാണി ആയിരുന്നു. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ അധികം ചിക്കൻ ആവാനൊക്കെ ബിരിയാണിക്ക് ആവാനുണ്ട് അധികം ഗ്രേവി ഒന്നും വേണ്ടല്ലോ, കുറച്ച് തിക്കിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടാക്കണേക്കാൾ ഇഷ്ടം കുട്ടികൾക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കണതാണ് കേട്ടോ. എന്നോട് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. അതെന്താ അപ്പോൾ കാരണം വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കാനാണോ എന്ന് എനിക്കറിയില്ല. വൈകുന്നേരമൊക്കെ കഴിക്കാമല്ലോ. പക്ഷെ ഇവർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവരുടെ കഴിക്കലൊക്കെ ഒരു കണക്കാണ്. ചിലപ്പോൾ കഴിച്ചിട്ട് പോയിട്ട് അങ്ങനെ ഛർദ്ദിക്കുന്നത് കാണാം.
അങ്ങനെയൊക്കെയാണ്. ആദ്യത്തെ ഒരു ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് നന്നായിട്ട് രണ്ടുപേരും കഴിക്കും. രാത്രിയാകുമ്പോൾ കഴിയുമ്പോൾ മോരുണ്ടോ തൈരുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു. നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ വേവട്ടെ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ കുറച്ച് സബോള, പഞ്ചസാരയൊക്കെ ഒന്ന് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സബോള ഭയങ്കര വലിപ്പമുള്ള സബോളയായിരുന്നു കേട്ടോ. അതാണ് ഇത്രയും വലിപ്പത്തിലിരിക്കുന്നത്. എത്ര നൈസായിട്ട് അരിഞ്ഞാലും അപ്പോൾ ഭയങ്കര വലിപ്പം വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, അമ്മ ഇത് ഞങ്ങളാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചോട്ടെ അമ്മയെ കാണിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാ സഹായത്തിനൊക്കെ ഒപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇതാ അവസാനമുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്ത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു. കുറച്ച് മല്ലിത്തലയും പുതിനയിലയും കൂടി കുറച്ചും കൂടി അതിന് മുകളിൽ കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ മല്ലിത്തല പുതിനയൊക്കെ ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കിയാൽ യാതൊരു സ്വാദും ഉണ്ടാവില്ല അല്ലേ. അതാണ് അതിൻ്റെ സത്യം പറഞ്ഞാൽ ഫ്ലേവർ കറക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഗ്രേവിയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കില്ല വെച്ചാലും നമുക്ക് അതിൻ്റെ കണക്കൊക്കെ അറിയാം കേട്ടോ. ഞാൻ ഉപ്പ് പോലും നോക്കില്ല, എന്നാലും അറിയാം കുട്ടികളിങ്ങനെ നോക്കും. പിന്നെ നമുക്ക് കുറേ കാലമായില്ല ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എന്നാൽ 2 കാലെടുത്തിട്ട് ഇപ്പോൾ പൊരിച്ചാൽ മതി, ബാക്കി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അവർ ചിലപ്പോൾ ഇനി ഉണ്ടാക്കിയിട്ട് കഴിച്ചില്ലെങ്കിലോ ഭാവമായിട്ട് വന്നിട്ട് കഴിക്കുന്ന ഉറപ്പില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്കി അങ്ങനെ എടുത്ത് അടച്ചു വെച്ചു. അവർക്ക് 2 പേർക്കും 2 ചിക്കൻ ലെഗ് പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫ്രൈ പറഞ്ഞാൽ അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല, ഒന്നിങ്ങനെ അത്ര തന്നെ ജസ്റ്റ് ഒന്ന്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോളിഫ്ലവർ അതായത് കോളിഫ്ലവർ അല്ല, ഇത് ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോളിഫ്ലവറും കൂടി വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് ഇങ്ങനെ ചിക്കൻ. അപ്പോൾ ഇപ്പുറത്ത് ഈ പൂച്ചക്കുട്ടികൾക്ക് ഭയങ്കര കുശാലാണ് കേട്ടോ. വാങ്ങിക്കുമ്പോൾ തോനെ വാങ്ങിക്കും, കാരണം കുറേ പൂച്ചക്കുട്ടികളുണ്ടല്ലോ. അപ്പം ഞാൻ രാവിലെ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്ന് കുറേ പീസുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അവർക്ക് കൊടുക്കും കേട്ടോ. പിന്നെ ഈ ഇവിടുത്തെ പൂച്ചക്കുട്ടികൾ ഇതേപോലെ നമ്മുടെ ഈ മസാലയൊക്കെ ഇട്ട ചിക്കനൊക്കെ കഴിക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയുമ്പോൾ മീനാണ് അവർക്ക് പ്രിയെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിക്കൻ വാങ്ങുമ്പോൾ കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവർ കുറച്ച് മല്ലിത്തലയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചത്തെ ലഞ്ച് തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ബിരിയാണി നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. എനിക്ക് റൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഒരു കിണ്ണത്തിലേക്ക് ഫുഡ് വിളമ്പാം. അപ്പോൾ ഇതാ കുറച്ച് റൈസൊക്കെ എടുത്തു, പിന്നെ കുറച്ച് ഗ്രേവിയും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒക്കെ ഇടുന്ന് അടിപൊളിയായിട്ടാണ് അച്ചു ഫുഡ് കഴിച്ച്. വേറെ ആരും ഇല്ല, അവർ 2 പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയതും. വല്ലപ്പോഴല്ലേ ഉള്ളൂ. പിന്നെ ഈ ചൂടിലൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും ചിക്കനൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സത്യം പറഞ്ഞാൽ വേനൽക്കാലത്ത് ഇത് കഴിക്കണത് അത്ര നല്ലതൊന്നുമല്ല, എന്നാലും കുട്ടികളുടെ ഇഷ്ടമല്ലേ, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഇതാ സാലഡൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്കാണ് കേട്ടോ, ഇത് കോളിഫ്ലവറാണ്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയാണ് കേട്ടോ. അവർക്ക് ചിക്കൻ ബിരിയാണി, എനിക്കൊരു വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ ഞാനിത് കിണ്ണത്തപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഒരു മധുരം ബിരിയാണി കഴിച്ചിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് കുറച്ച് ലൈമും അടിച്ച് വെച്ചു കേട്ടോ. തണുത്ത വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അച്ചു കഴിക്കുന്നു. ഇതെൻ്റെ ഫുഡാണ്. ഇനി ഇതാ അപ്പുറത്ത് അഞ്ചു ഇരിക്കുന്നു. അപ്പോൾ അഞ്ചു ഞാൻ കോഴിക്കാല് കടിക്കണത് എടുക്കൂ പറഞ്ഞിട്ട് കടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. ഏതോ ടി വിയിൽ ഏതോ ഒരു സിനിമയുണ്ട്, അപ്പോൾ അതും കണ്ടിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കട്ടെ. പൂച്ചക്കുട്ടികൾ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറക്കമാണ്.